തെലങ്കാന നൽഗൊണ്ടയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിനെ കുത്തിക്കൊന്നു. എങ്ങനെയെങ്കിലും വിദ്യാർത്ഥികളുമായിട്ടുള്ള ഈ കൊലപാതകത്തിൻ്റെയും ക്രൈമിൻ്റെയും വാർത്തയൊന്ന് കുറഞ്ഞു വരണേ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു വാർത്ത. 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് പ്രിൻസിപ്പലിനെ കുത്തിക്കൊന്നത്. വിദ്യാർത്ഥികൾ മോഷണത്തിനായി പ്രിൻസിപ്പലിൻ്റെ വീട്ടിലെത്തി. മോഷണം കണ്ട പ്രിൻസിപ്പലിനെ കുത്തിക്കൊല്ലുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. സ്വകാര്യ സ്കൂളിലെ പ്രിൻസിപ്പൽ കല്ലുരൂപ റെഡ്ഡിയാണ് കൊല്ലപ്പെട്ടത്. സ്കൂളിൽ വെച്ച് ശകാരിച്ചതിൽ പ്രിൻസിപ്പലിനോട് ദേഷ്യമുണ്ടായിരുന്നു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, വെരി ഗുഡ് മോർണിംഗ് ആദിൽ പാലോട്. പണ്ട് നമ്മളെ സ്കൂളിലൊക്കെ ഇരുന്ന് വികൃതി കാണിക്കുമ്പോൾ, പ്രത്യേകിച്ച് ക്ലാസ്സിൽ മുറിയിൽ ഇരുന്ന് വർത്താനമൊക്കെ പറയുന്ന സമയത്ത് ഓടി വന്നൊരു സാറ് ചൂരിൽ കൊണ്ടൊരു ഒറ്റ അടി തുടക്കി തരും. സാറിനെ നമ്മൾ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഈ സാറ് ശരിയാവില്ല എന്നൊക്കെ പറയും. ഓടിപ്പോയ പണ്ടുകാലത്ത് ചില കുട്ടികളൊക്കെ സാറിനോട് ദേഷ്യം ഉണ്ടെങ്കിൽ സാറിൻ്റെ പേരിലൊരു ഒരു ഇരട്ടപ്പേരും കൂടി ഇട്ടിട്ട് ഏതെങ്കിലും ഒരു മതിലിൽ കുറിച്ചു വയ്ക്കും. ഇന്ന സാറ് ഒരു പേര് പറഞ്ഞിട്ട് മനോഹരൻ സാറ്, ഇതിൻ്റെ പേരിൽ കടുവ മനോഹരൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ട് ഒന്ന് നോക്കിയിട്ട് പോകും. അതിനും അപ്പുറത്തേക്കുള്ള കുറ്റകൃത്യങ്ങളെക്കുറിച്ചൊന്നും ഒരു കാലത്ത് ആരും ആലോചിച്ചിരുന്നില്ല. ഇതെന്താണ് കേൾക്കുന്നത്? പ്രിൻസിപ്പളിൻ്റെ വീട്ടിൽ മോഷണ ശ്രമം നടത്തുന്നു, അത് പ്രിൻസിപ്പൾ കണ്ടെത്തുന്നു, പ്രിൻസിപ്പളിനെ കുത്തിക്കൊല്ലുന്നു. കുട്ടികളുടെ പ്രായം 16-ൽ താഴെ അല്ലേ അതിൽ? ഉറപ്പായും അരുൺകുമാർ, 16 വയസ്സുള്ള 2 വിദ്യാർത്ഥികളാണ് സ്വന്തം പ്രിൻസിപ്പലിനെ കുത്തിക്കൊന്നു എന്ന വാർത്ത പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ്. പക്ഷേ വിദ്യാർത്ഥികളാണ് ഇതിൽ പ്രതികൾ എന്ന് തെലങ്കാന പോലീസ് അല്പസമയം മുൻപാണ് കണ്ടെത്തുന്നത്. 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് ഈ 2 വിദ്യാർത്ഥികൾ. 2 പേരും പഠിക്കുന്നത് ഈ പ്രിൻസിപ്പലിൻ്റെ അതേ സ്കൂളിലാണ്. പ്രിൻസിപ്പലിൻ്റെ പേര് കല്ലുരൂപ റെഡ്ഡി എന്നാണ്. സ്കൂളിന് സമീപം തന്നെയാണ് താമസം. ഈ കൊലപാതകം നടക്കുന്ന സമയം പ്രിൻസിപ്പലിൻ്റെ ഭർത്താവും മകനും ഹൈദരാബാദിൽ ഒരാവശ്യത്തിനായി പോയിരിക്കുകയായിരുന്നു. ഫീസ് പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നടപടി അതിന് മുൻപത്തെ ദിവസങ്ങളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ഫീസ് വീട്ടിലുണ്ടാകുമെന്നാണ് ഈ 2 വിദ്യാർത്ഥികൾ കരുതിയിരുന്നത്. അങ്ങനെയാണ്. മാത്രമല്ല, ഈ ഒരു വഴക്ക് പറഞ്ഞതിൻ്റെ ഒരു പ്രതികാരം കൂടി വിദ്യാർത്ഥികളുടെ മനസ്സിലുണ്ടായിരുന്നു എന്ന് വിദ്യാർത്ഥികൾ തന്നെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. നേരത്തെ ഒരു പണം കൈവശം വെച്ചതിനും മൊബൈൽ ഫോൺ സ്കൂളിൽ കൊണ്ടുവന്നതിനും ഈ പ്രിൻസിപ്പൽ നല്ലതോതിൽ വഴക്ക് പറഞ്ഞിരുന്നു വിദ്യാർത്ഥികളെ. അതിൻ്റെ പ്രതികാര ബുദ്ധിയിലാണ് ഈ പണം അങ്ങ് മോഷ്ടിച്ച് കളയാമെന്ന് വിദ്യാർത്ഥികൾ തീരുമാനിക്കുന്നത്. അങ്ങനെ മതിലു ചാടി വീട്ടിലേക്ക് കയറുന്നു ഹൈദരാബാദിൽ, തെലങ്കാനയിലെ നൽഗൊണ്ടയിൽ. അവിടെ വെച്ച് ഈ വിദ്യാർത്ഥികളെ, മോഷ്ടിക്കാനെത്തിയ വിദ്യാർത്ഥികളെ പ്രിൻസിപ്പൽ കാണുന്നു. മോഷണത്തിനായെന്ന് തിരിച്ചറിഞ്ഞതിന് പിന്നാലെയാണ് 27 തവണ കുത്തിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അതിക്രൂരമായി പ്രിൻസിപ്പലിനെ കൊലപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായി. ഇപ്പോൾ അതിനുശേഷം അന്വേഷണം പോലീസ് നടത്തി. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ 2 വിദ്യാർത്ഥികളും മദ്യാസക്തിയുള്ളവരായിരുന്നു എന്ന് കണ്ടെത്തുന്നത്. 16 വയസ്സ് മാത്രമാണ് പ്രായം. സ്ഥിരമായി മദ്യപിക്കാറുണ്ടായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തുന്നു. മാത്രമല്ല, ഇവർ അനധികൃതമായി പണം ചെലവഴിക്കുന്നതായും കണ്ടെത്തുന്നു. ഒരു അസ്വാഭാവികത പോലീസിന് തോന്നിയ അന്വേഷണത്തിൽ. അങ്ങനെയാണ് ഈ 2 വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്യുന്നതും ഈ കേസിന്റെ ചുരുളഴിയുകയും ചെയ്തത്. 16 വയസ്സ് മാത്രം പ്രായമുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥികളാണ് സ്വന്തം സ്കൂളിലെ പ്രിൻസിപ്പളെ കുത്തിക്കൊന്നതാരും. അതെ, വളരെ ഞെട്ടിക്കുന്ന വിവരമാണ്. അതും 27 കുത്തികൾ കുത്തി എന്ന് പറയണമെങ്കിൽ ആ കുട്ടികൾക്ക് ഈ ടീച്ചറോട് എത്രത്തോളം ദേഷ്യം ഉണ്ടാവണം. ചിലപ്പോൾ അങ്ങനെയാണ്, കള്ളത്തരമൊക്കെ ചെയ്തത് കണ്ടുപിടിക്കുന്ന സമയത്ത് ദേഷ്യം ഉണ്ടാവുന്നു. പക്ഷേ എന്നാലും ഒരു ടീച്ചറിനെയൊക്കെ കുത്തിക്കൊല്ലാനുള്ള ദേഷ്യവും ഒക്കെ ഇവർക്ക് എങ്ങനെ ഇവരുടെ മനോവ്യാപാരത്തിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. സീരീസുകൾ കാണുന്ന സിനിമകൾ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ.